നമസ്കാരം, എല്ലാവർക്കും ശ്രീ വെങ്കടേശ്വര ആസ്ട്രോ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഈ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മെയിനായ കാരണം എന്ന് പറയുന്നത് കർക്കിടക വാവ് ബലിയിലുണ്ടായിരിക്കുന്ന തർക്കങ്ങളെക്കുറിച്ചാണ്. ആ തർക്കങ്ങളിൽ പരിഹരിക്കുക എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ തന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ കർക്കിടക വാവ് ബലി എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് നമ്മൾ ഒരിക്കലും എടുത്തിട്ട് ഞായറാഴ്ചയാണ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസം 5 മണി ഏകദേശം ഒരു 5 മണി വരേക്ക് നമുക്ക് കർക്കിടക വാവ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. തിഥിക്കാണ് നമ്മളതിന് ഇമ്പോർട്ടൻസ് മാക്സിമം കൊടുക്കുന്നത് എന്നുള്ളതാണ് എടുത്ത് പറയുന്നത്. ശരിക്കും കർക്കിടക വാവിലേക്ക് ഒരു മധ്യസ്ഥം വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കർക്കിടക വാവിൽ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ നാട്ടിലുള്ള ആചാരങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യാസങ്ങളും കാര്യങ്ങളും വരാനുള്ള സാധ്യതകൾ കൂടി ഉണ്ട് എന്നുള്ളത് എടുത്തു പറയണം എന്നാണ്. കർക്കിടക വാവിലിക്ക് മലയാളികളുടെ ഒരു പുണ്യദിനമായിട്ടാണ് പറയാം. അതേപോലെ തന്നെ ഇന്ത്യ ഒട്ടാകെ നമ്മൾ ഈ കർക്കിടക വാവിലിക്ക് പിതൃബലി കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. ചില ആളുകൾ ഇടണ്ട എന്ന് പറയാറുണ്ട്. അതെല്ലാം നിങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അന്നേ ദിവസം തന്നെ ബലിയിടുക എന്ന് പറയുന്നത് പണ്ടേ മലയാളികൾക്ക് ചെയ്തു പോരുന്ന ഒരു ആചാരമായിട്ടാണ് നമ്മൾ പറയുക. കർക്കിടക വാവില് ശരിക്കും നമുക്ക് പറയുന്നത് അതിൻ്റെ തലേ ദിവസം മത്സ്യമാംസങ്ങളെല്ലാം ഉപേക്ഷിച്ച് അതേപോലെ തന്നെ നമുക്ക് മൈഥുനാധികാരങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം നമ്മൾ ഒരിക്കലെടുക്കാൻ ഒരു നേരെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറയാം. അന്നേ ദിവസം തന്നെ പറയുകയാണെങ്കിൽ അക്കാലങ്ങളിൽ മധ്യസ്ഥനായിട്ട് പൂജാരിയോ അല്ലെങ്കിൽ ക്ഷേത്ര സന്നിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും അതിൻ്റെ ഒരു ആവശ്യം അന്ന് ഉള്ള ആളുകൾക്ക് വേണ്ട എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയേണ്ടത്. മറ്റൊരു കാര്യം, വീടായിരുന്നു ക്ഷേത്രം എന്നുള്ളതും ഗൃഹസ്ഥനായിരുന്നു പൂജാരിയും എന്നുള്ളതാണ് പറയാം. അന്ന് ഗൃഹസ്ഥങ്ങളിൽ നടന്നു വന്നിരുന്ന ബലികർമ്മം എങ്ങനെയായിരുന്നു എന്നൊന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഇത് പഴയ ബുക്കുകളിൽ നിന്നും നമ്മുടെ ഗുരുനാഥന്മാരിൽ നിന്നും പൂർവിക നമ്മുടെ വീടുകളിൽ തറവാടുകളിലെല്ലാം ചെയ്തു പോയിരുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് ബലിയിടാൻ അന്ന് വേണ്ട വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അരി, എള്ള്, പൂവ്, തുളസി, പൂവും, കറുക, വെള്ളം, വാഴയില, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. വീട്ടുമുറ്റത്തെ ഒരു കോണിൽ വൃത്തത്തിൽ ചാണകം മെഴുകി ഒരു ഭാഗം ശുദ്ധിയാക്കണം എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യം. കർക്കിടക വാവിൻ്റെ തലേ ദിവസം ഗൃഹനാഥന് മത്സ്യമാംസങ്ങളും മൈഥുനാദികളെല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം ഈ ആചാരങ്ങളൊക്കെ പങ്കെടുക്കാൻ എന്ന് പറയുന്നു. വാവ് ദിവസം ഗൃഹനാഥൻ അതിരാവിലെ എഴുന്നേറ്റ് തൊട്ടടുത്തുള്ള തോട്ടിലോ അല്ലെങ്കിൽ പുഴയിലോ പോയി കുളിച്ചിട്ട് വരിക, കുളത്തിലോ പോയി മുങ്ങി കുളിച്ചിട്ട് വരണം എന്നുള്ളതാണ് പറയുക. തിരിച്ചു വരുമ്പോൾ പുഴക്കരയിൽ നിന്നോ അല്ലെങ്കിൽ വളർന്നു നിൽക്കുന്ന കറുകപ്പുല്ല് ഒരു പിടി പറിച്ചിട്ട് വരുന്നതും വളരെ നന്നായിരിക്കും എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. ഗൃഹത്തിലെത്തിയ ഗൃഹനാഥൻ തലേന്ന് എടുത്തു വെച്ച ഉണങ്ങല്ലരി മുറ്റത്ത് വെച്ച് സ്വയം അടുപ്പ് കൂട്ടി പാത്രത്തിലിട്ട് വെള്ളം വെറ്റിച്ച് ഉപയോഗിക്കണം. അതായത് നിങ്ങളുടെ നാട്ടിൽ ചോറ് അല്ലെങ്കിൽ ഇതിന് വന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ള നിവേദ്യം എന്നുള്ളതാണ് പറയാം. തലേന്ന് കരുതി വെച്ച എള്ളും അതേപോലെ തന്നെ മുറ്റത്ത് തുളസി ഉണ്ടെങ്കിൽ തുളസി ചെടിയിൽ നിന്ന് ഇലയും പൂവും നുള്ളി എടുക്കുകയും ചെയ്യണം. ഇങ്ങനെ എന്താ പറയുക, ചാണകം ശുദ്ധമാക്കിയ സ്ഥലത്തെയും അതേപോലെ തന്നെ ഈറൻ മുണ്ടായിരിക്കണം ഉടുക്കേണ്ടത് എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അതേപോലെ തന്നെ കറുകയും കൂട്ടി വലത് കൈയിലെ മോതിരം പവിത്രമായി അണിയും. അതായത് കറുക കൊണ്ട് നമ്മൾ മോതിരം അണിയുന്ന ഒരു ചടങ്ങുണ്ട്. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയുന്ന പോലെ ചെയ്യുക. മോതിരം പോലെ വളച്ചിട്ട് കെട്ടുന്നതാണ് അത്. തുടർന്ന് ചാണകം മെഴുകിയ തറിയ കറുകപ്പുല്ലിൽ കിണ്ടിയിൽ നിന്നും 3 തവണ വെള്ളം തളിക്കുകയും ഇലയിൽ ചോറും 3 ഉരുളയാക്കിയിട്ട് ഉരുട്ടി വയ്ക്കണം എന്നാണ് പറയുക. മരണമടഞ്ഞ സകല പൂർവികരെയും മനസ്സിൽ ധ്യാനിച്ച് ഒരു ഉരുള കറുകയിൽ വെക്കുക എന്നുള്ളതാണ് അടുത്ത കർമ്മം. അതിനു മുകളിൽ ഒരു പിടി എള്ളും 2-3 തുളസിയും വെക്കുക. കിണ്ടിയിൽ നിന്ന് 3 തവണ തീർത്ഥം തളിക്കുക എന്നുള്ളതാണ് അടുത്തതായി പറയാനുള്ളത്. അടുത്തത് പറയുകയാണെന്നുവെച്ചെങ്കിൽ ഉരുള ആദ്യത്തേത് അടുത്തും മൂന്നാമത്തേത് ഉരുള നേരത്തെ വെച്ച് മുകളിലും വെക്കുക എന്നുള്ളതാണ് പറയുന്നത്. 1, 2, 3 വെക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോഴേക്കും വെക്കുകയും തീർത്ഥം തളിക്കുകയും ചെയ്യുക. ഒടുവിലെ വാഴയില നടുകെ 2ആയി കീറി വിലയിട്ട് ഇരുഭാഗത്തേക്കും കമിഴ്ത്തിയിടുക എന്നുള്ളതാണ് പറയാം. തുടർന്ന് കിണ്ടിയിൽ നിന്ന് വെള്ളം തളിച്ച് പവിത്രം ഊരി ബലി ഇട്ട് നമസ്കരിച്ച് എഴുന്നേൽക്കുക എന്നുള്ളതാണ് പറയാം. ബലിയിട്ട് കഴിഞ്ഞാൽ കിണ്ടിയിലെ വെള്ളമെടുത്ത് ബലിക്ക് നേരെ അല്പം ദൂരെ നിന്ന് മാറി വെള്ളം കൂട്ടി കൈകൊട്ടുക. എങ്ങനെയാണ് എനിക്ക് അല്ലെങ്കിൽ ഞാൻ കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അല്പനേരം കൈ കൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കാക്കകൾ വരുന്നുണ്ടോ വന്നിട്ട് ബലിയെടുക്കുക എന്നുള്ളതാണ് പറയുക. അങ്ങനെ ബലിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്ക ബലിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തൃപ്തിയായി എന്നുള്ളതാണ്
ബാക്കി വരുന്നതായ ചോറുരുളകൾ നമ്മൾ വന്നിട്ട് കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ അല്ലെങ്കിൽ തോട്ടിലോ ഉള്ള അതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മത്സ്യങ്ങൾ ഭക്ഷിക്കണം എന്നാണ് സങ്കല്പിക്കുന്നത് എന്നാണ് പറയാം. സ്ത്രീകളും പുരുഷന്മാർക്കും ബലിയിടാം, ആർക്കും അയിത്തമൊന്നുമില്ല. ബലിയിടുമ്പോൾ പുരുഷനാണെങ്കിൽ തെക്കോട്ട് തിരിഞ്ഞ്, സ്ത്രീ ആണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞ് ഇരിക്കണമെന്നാണ് പൂർവികമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. മരിച്ചുപോയ എല്ലാ മുതുമുത്തശ്ശന്മാരെയും മുതുമുത്തശ്ശിമാരെയും സങ്കല്പിച്ചുകൊണ്ട് വേണം ബലിയിടാൻ എന്നുള്ളതാണ് പറയാം. ഈ സങ്കല്പത്തിനൊന്നും പരിധിയില്ല എന്നുള്ളതൊന്നും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറയുകയാണെങ്കിൽ വീടോ ഫ്ലാറ്റോ ആണെങ്കിൽ സൗകര്യമില്ല, തൊട്ടടുത്തുള്ള പുഴക്കരയോ കടൽക്കരയോ ഉണ്ടെങ്കിൽ ഇതേ സംഭവം തന്നെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെയ്യാം. അപ്പോൾ അവിടെ അരി വയ്ക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്നും റെഡിയാക്കി കൊണ്ടുപോകുക എന്നാണ് പറയാം. അതിന് വീടുകളിൽ ബലിയിടാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷേത്രത്തിൽ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമല്ല വീടിൻ്റെ അടുത്തുള്ള തോട്ടിലോ പുഴയിലോ കുളത്തിലോ കടലോ ഉണ്ടെങ്കിൽ അവിടെയും ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് പറയാം. അമ്പലങ്ങളിൽ ചെയ്യാം, പക്ഷെ പുരോഹിതന്മാർ നേതൃത്വം നൽകുന്ന അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവാം പിതൃബലി ചെയ്യുന്ന. ഇന്നത്തെ ചില ആളുകളുടെ ഒരു സങ്കല്പപ്രകാരം ക്ഷേത്രങ്ങളിൽ പോയി അവർ പറയുന്ന മന്ത്രങ്ങളെല്ലാം ജപിച്ചു കഴിഞ്ഞാൽ മാത്രമേ പിതൃക്കളെ തൃപ്തിയാകൂ എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അത് നിങ്ങളുടെ വിശ്വാസങ്ങളാണ്, അതിനൊന്നും നമ്മൾ പറയാൻ നിൽക്കുന്നില്ല. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. എങ്കിലും പറഞ്ഞതൊരു സിമ്പിളായിട്ട് പഴയ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ തറവാടുകളിലെല്ലാം ചെയ്തു കണ്ടിരുന്നതായ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി മന്ത്രങ്ങളിലൂടെ ചെയ്ത് തൃപ്തിപ്പെടുത്തണമെങ്കിലും ആവാം, അതിനൊന്നും നമുക്ക് തടസ്സങ്ങളില്ല എന്നാണ് പറയുന്നത്. എങ്കിലും ബലിയിടുമ്പോൾ നമ്മുടെ മനസ്സ് തർപ്പിതമായിരിക്കണം, മനസ്സ് ശുദ്ധമായിരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ശരിക്കും നമ്മൾ ആ ബലിയിടുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്തിരിക്കുന്നതായ ബലികർമ്മങ്ങൾ നിങ്ങൾ തൃപ്തിയായിട്ട് എടുത്താലും മുത്തശ്ശന്മാരെ അല്ലെങ്കിൽ മുത്തശ്ശിമാരെ എന്ന് പറയാം, പിതൃക്കളെ ആത്മാക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു, ഇത് സന്തോഷമായിട്ടും ഏറ്റെടുത്താലും എന്ന് പറയുന്നതും വളരെ നല്ലതാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ശരിക്കും നമ്മുടെ പൂർവികരുടെ അന്നവും വെള്ളവും നൽകാനുള്ള ക്ഷേത്രാധികാരികളുടെ ക്ഷേത്രത്തിലുള്ള ആളുകളൊക്കെ കുറച്ചും കൂടി മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇന്ന് മാക്സിമം കാശിന് വേണ്ടിയിട്ട് നടക്കുന്ന ആളുകളാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയുക. വാവുബലി കർമ്മത്തിന് പുരോഹിതന്റെ മധ്യസ്ഥരാകരുത് എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം. വാവുബലി കർമ്മത്തിന് പോലും പുരോഹിതന്റെ മധ്യസ്ഥ കാർമ്മികത്വം നൽകുന്നുണ്ട്. ഇല്ലാതെ എല്ലാവർക്കും അവിടെ ഒന്നിച്ച് ചെയ്യുന്നതുകൊണ്ട് അത്രയ്ക്കും തൃപ്തി ആയിക്കൊള്ളണം എന്ന് എനിക്കില്ല. ശുദ്ധമായ മനസ്സോടെ നമ്മുടെ വീട്ടിനകത്ത് ബലിയിടുന്നതോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സ്ഥലങ്ങളിലോ കുളങ്ങളിലോ തോടിൻ്റെ അടുത്തോ ഇടുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ അർത്ഥമില്ലാത്തതായ രീതിയിൽ നമ്മൾ ചെയ്യേണ്ട എന്നുള്ളതും കൂടി പറയുന്നു. വിദേശത്തുള്ളവർക്കാണെങ്കിലും ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെതായി നിങ്ങൾക്ക് എന്താ പറയുക മന്ത്രം ഒക്കെ സഹിതമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വേറൊരു വീഡിയോയിൽ ഞാനിത് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.